ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മോൾക്ക് ഇന്നൊരാഗ്രഹം, ഞാൻ രസം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അവൾക്കിങ്ങനെ കുടിക്കാനാണ്, ചോറിലിട്ട് കഴിക്കാനല്ല, ജസ്റ്റ് ഇങ്ങനെ കുടിക്കാനാണ്. അപ്പോൾ എന്തായാലും രസം ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എത്ര പേർക്ക് രസമൊക്കെ ഉണ്ടാക്കാൻ അറിയാം? കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കണേ? അതുപോലെ വേറെ രീതിയിൽ വല്ലതും ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് എൻ്റെ രീതിയാണ്, ഞാൻ സ്ഥിരം ഉണ്ടാക്കണ രീതിയാണ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപഠിച്ചോളൂ. ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് പഴുത്തത്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു സവാള എടുത്തിട്ടുണ്ട്. ഉള്ളിയാണ് നല്ലത്. ഇപ്പോൾ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള എടുത്തതേ ഉള്ളൂ. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി എടുത്താൽ മതി. പിന്നെ പച്ചമുളകൊക്കെ ഇടുന്നവർക്ക് ഇടാം, ഞാൻ ഇടുന്നില്ല. കാരണം കുരുമുളകൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ഒരു എരിവ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പച്ചമുളക് ഇട്ട് ഓവറായിട്ട് എരിവ് വന്നാൽ പിള്ളേർക്കത് പാടല്ലേ കുടിക്കാനൊക്കെ, അല്ലെങ്കിൽ ചോറിന് കഴിക്കാനാണെങ്കിലും പാടാണ്. അപ്പോൾ എരിവിന് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ഇടാവുന്നതാണ്. പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ എന്തെടുക്കുക, വാളംപുളി എടുക്കുക. അത് വെള്ളത്തിലിങ്ങനെ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് കുരുമുളക് എടുക്കുക. കുരുമുളക് പൊടിയല്ല, കുരുമുളകായിട്ട് എടുക്കുക. 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ തക്കാളി മുങ്ങിക്കിടക്കുന്ന പാകത്തിന് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് തക്കാളി ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുക. തോലൊക്കെ ഒന്ന് പൊളിഞ്ഞ് വന്നത് കാണാം. അതുവരെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഉപ്പോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുരുമുളക്, നല്ല ജീരകം, വെളുത്തുള്ളി എന്നിവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടാണ് കേട്ടോ ഞാൻ ചതക്കണത്. ഇപ്പോൾ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സവാളത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. രസം ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട, അങ്ങനെ പയ്യെ പഠിച്ചാൽ മതി. ഭയങ്കര സിമ്പിളല്ലേ? ഭയങ്കര സിമ്പിളാണ്. ഒരു തവണ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഉണ്ടാക്കും. ഇപ്പോൾ തക്കാളി ഓക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി എടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ തൊലിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചൂടാറിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഞെരടി എടുക്കാം. നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യാം. ഇപ്പോൾ തക്കാളി ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ വാളംപുളി അരിച്ചു വെച്ചിട്ടില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് രസം ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. വറ്റൽമുളകൊക്കെ ഇടണവർക്ക് ഇടാം, ഞാൻ ഇടുന്നില്ല. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ഉള്ളി അതിട്ട് കൊടുക്കുക. മറ്റേ മല്ലിയിലയും കറിവേപ്പിലയും ഒന്നും ഇട്ട് കൊടുക്കണ്ട, സവാള മാത്രം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ കൈ കണക്കാണ് കേട്ടോ, അളവൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. എല്ലാം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളകാണ് മെയിൻ. പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ജീരകം, കുരുമുളക് എന്നിവയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കുട്ടികളെ പോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ രസം എന്ന് പറയണത്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലേ, ഇങ്ങനെ കുടിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് അല്ലേ, ചുമ്മാ ഇരുന്നിങ്ങനെ കുടിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് രസം എന്ന് പറയണത്. ആ ഒരു പുളിയും പിന്നെ ആ കുരുമുളകിൻ്റെ ആ കുത്തലും അതൊക്കെ ഇട്ട് നമുക്ക് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വർത്തമാനം പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. നമ്മൾ ആ കുരുമുളകിൻ്റെയൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, തക്കാളി ഉടച്ചതും ആ വാളംപുളി പിഴിഞ്ഞതും കൂടി ഇല്ലേ, അത് ഒന്നിച്ചങ്ങോട്ട് ഇട്ടത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം ചേർക്കണതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഭയങ്കര ലൂസായിട്ട് ഉണ്ടാക്കണേക്കാളും നല്ലത് ഒരു ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കണതാണ് നല്ലത്. ഇതാ കണ്ടോ, ഞാൻ ഓവറായിട്ടൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. വല്ലാണ്ട് അങ്ങോട്ട് ലൂസായി പോണതിനോട് എനിക്ക് താല്പര്യമില്ല. എന്നാലിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ഇരിക്കണത് തന്നെ. ഇത് കണ്ടോ, ആവശ്യത്തിന് ലൂസിയാണ്.
അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് തരാം. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഇപ്പം തന്നെ അടക്കള മൊത്തം നല്ല രസത്തിൻ്റെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് വെട്ടി തിളക്കണുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി ജസ്റ്റ് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. വേറെ പണിയൊന്നുമില്ല. കണ്ട ഇത്ര സിമ്പിളല്ലേ രസം എന്ന് പറയണത്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി രസം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞാൻ ഉണ്ടാക്കി എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലും എളുപ്പത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണം റെസിപ്പിയൊക്കെ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇത് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. വേറെ ഒന്നും ഞാൻ ഇതിലോട്ട് ചേർക്കണില്ല. ഞാൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇടാറുള്ളൂ രസത്തിന്. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. രസത്തിന് വലിയ മാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റുള്ള രസം തന്നെയാണ്. നല്ല സ്മെല്ലുള്ള രസമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടെന്നൊന്ന് പറയണം. എന്നിട്ട് എന്ത് ചെയ്യുക, അതാ നമ്മുടെ രസം ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള രസം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചാച്ചാ ബൈ ബൈ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ.